ഡോക്ടർ മോഹനപിള്ള, ഇപ്പോൾ ശ്രീ നിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി അശക്തനായി നിലകൊള്ളുകയാണോ? മറ്റൊരു ആരോപണം പ്രധാനമായും, അതായത് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഭാരതത്തിൽ അഭയം കൊടുത്തതാണ് ഇതൊരു ഇന്ത്യാവിരുദ്ധ ഹിന്ദുവിരുദ്ധ പ്രക്ഷോഭമായി മാറാനുള്ള കാരണം എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്താണ് നിജസ്ഥിതി? ബംഗ്ലാദേശ് ഇന്ത്യ, അതിനകത്തൊരു കറക്ഷൻ ഉണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ്, ഐ ഡോണ്ട് നോ ഹിസ് നെയിം റാദർ, അത് മുക്തിബാഹിനി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ സംഘടനയാണെന്നുള്ള രീതി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. മുക്തിബാഹിനി ബംഗ്ലാദേശിൽ ഈ ജമായത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ 71 മുമ്പ് പാകിസ്ഥാൻ പട്ടാളവും ചേർന്ന് ഒരു അട്രോസിറ്റീസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ബംഗ്ലാദേശിലുള്ള ബുദ്ധിജീവികളും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ എഴുത്തുകാരും പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും കൂടി ചേർന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു ആംഡ് റിബല്യൻ, ഗറില്ല ടാക്ടിക്സും ഒക്കെ ഫോളോ ചെയ്ത് മുക്തിവാഹിനി ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററി ഇൻ്റർവെൻഷനിൽ മുക്തിവാഹിനി ഒരു നല്ല ഒരു റോളാണ് അവർ സ്വീകരിച്ചത്. കാര്യം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിന് അധികം റെസിസ്റ്റ് ചെയ്യാതെ തന്നെ മുക്തിബാഹിനി നമ്മളോടൊപ്പം ചേർന്ന് എല്ലാ കാര്യങ്ങളിലും വേണ്ട സപ്പോർട്ട് തന്നതുകൊണ്ട് നമ്മളുടെ ആ ബംഗ്ലാദേശ് ഓപ്പറേഷൻ വളരെ ഈസി ആയിട്ടും മംഗളമായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് സറണ്ടറിങ്, ഏറ്റവും കൂടുതൽ യുദ്ധ തടവുകാരെ പിടിച്ച ഒരു യുദ്ധമായും മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ 71 കഴിഞ്ഞതിന് ശേഷം എന്തെന്ന് ചോദിച്ചാൽ, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു രീതിയിൽ അതിനെ കാണരുത്. ബംഗ്ലാദേശ്, ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അതായത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ദേശീയ ഗാനമാണെങ്കിലും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണെങ്കിലും എഴുതിയത് ഒരാളാണ്. അപ്പോൾ ആ യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കാം, സംസ്കാരം അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അന്ന് എന്തുകൊണ്ടൊരു ആംഡ് റിബല്യൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും കൂടി കണക്ട് ചെയ്യാൻ GT റോഡ് വേണമെന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയുടെ നടുക്കുകൂടി പാകിസ്ഥാനെ രണ്ടും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഭയപ്പെട്ടു. കാരണം ഐക്യരാഷ്ട്ര സംഘടനയിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇതിന് ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യും. രണ്ട് രാജ്യങ്ങൾ, ഒറ്റ രാജ്യം രണ്ടായിട്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കൂടെ ഒരു ലിങ്ക് ഡൽഹിയും ആഗ്രയും ഉൾപ്പെട്ടുള്ളൊരു GT റോഡ് കൊടുക്കുവാൻ അത് നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഇത്രയധികം റെഫ്യൂജികൾ അവിടുത്തെ ഈ പ്രശ്നമുണ്ടായപ്പോൾ ചക്മാസ് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ ഫീഡ് ചെയ്യേണ്ട, അല്ലെ അവരുടെ ഭക്ഷണ സാധനം, ഇന്ത്യക്ക് പോലും ആ സമയത്ത് നല്ല രീതിയിൽ ഒരു പോവർട്ടി, അതായത് ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ലെവലൊക്കെ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് അഭയാർത്ഥികളെ കൂടി തീറ്റിപ്പോറ്റേണ്ട ഒരവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോടുകൂടി തന്നെ ഈ അറ്റാക്ക് പ്ലാൻ ചെയ്തത്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഷെയ്ഖ് ഹസീന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തപ്പോൾ അവരെ ദുർബലയാക്കുവാനായിട്ട്, അതായത് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, റിസർവേഷൻ തുടങ്ങിയെങ്കിൽ സുപ്രീം കോർട്ട് ഇടപെട്ടു, അല്ലെ ഇൻ്റർവീൻ ചെയ്തു. ആ സ്റ്റുഡൻസിൻ്റെ അൺറസ്റ്റ് എന്നുള്ള ആ രീതി കൊണ്ട് അവിടെ ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് ദ തിങ്സ് ആർ മൂവിങ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ. ഈ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മിസ്റ്റർ അനിൽ നമ്പ്യാർ ഒരു കറക്ഷൻ ഞാൻ പറയുന്നത്, നോട്ട് ഓൺലി ഹിന്ദുസ് മാത്രമല്ല വേട്ടയാടപ്പെടുന്നത്, ബുദ്ധിസ്റ്റുകൾ, മൈനോറിറ്റീസ്, അതായത് ബുദ്ധിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ഉണ്ട്. അവിടുത്തെ ക്രിസ്ത്യൻസ് മാക്സിമം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ്. അത് സന്താൽസ്, അതുപോലെ തന്നെ ബംഗാളികളുണ്ട്. അങ്ങനെയുള്ള കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ് അവിടെ കൂടുതലുണ്ടാവുന്നത്. നമ്മൾ 2016 നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി. അവിടെ ഒരു കഫേ അറ്റാക്ക് ഉണ്ടായി, ഇഫ് യു റിമെമ്പർ. അതിനകത്ത് 10-20 ആൾക്കാരെ ഹോസ്റ്റേജസ് ആക്കി വെക്കുകയും അതുപോലെ തന്നെ 8-9 ജാപ്പനീസും അതുപോലെ മറ്റുള്ള ഇറ്റലിയിലെ ആൾക്കാരെയും കൊന്നൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്യാമായിരുന്നു ഒരവസരം വന്നപ്പോൾ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ വാണിംഗ് കൊടുത്തു. പിന്നീട് ഈ ആക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം അവിടെ നിന്ന് ഷെയ്ഖ് ഹസീനയുടെ സൈഡിൽ നിന്ന് വരികയും കൂടെ ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്നത്, ഇതിനകത്ത് രാഷ്ട്രീയം ഉൾപ്പെടുത്താതെ, ഒരു രാഷ്ട്രീയമായ രീതിയിൽ ഇതിനെ കാണാതെ ചെയ്യുന്നത് എന്താണെങ്കിലും ജനസൈഡ് ആണോ അതോ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് നീങ്ങുന്ന ഒരു കാര്യമായിട്ട് നമ്മളിതിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിന് അതിനിടപെടാൻ പറ്റും. അത് അവർക്ക് അറിയുകയും ചെയ്യാം. ഇത് ഞാൻ കാണുന്നത്
ഒറ്റപ്പെട്ടതായിട്ടോ ഒരു കിട്ടിയ അവസരം മുതലെടുത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതിയിൽ കിട്ടിയ അവസരം മുതലെടുത്ത് അവർ, അതായത് അവിടെയുള്ള ഹിന്ദുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക്കലി റിച്ച് ആണ് കമ്പയർ ടു അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി. അതുകൊണ്ട് ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അവരെ കൊള്ളയടിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്കറിയാമല്ലോ, എല്ലാ സ്ഥലങ്ങളിലും, അതായത് അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം വരുന്ന ഒരു രാജ്യത്ത്, അതായത് ഈ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ പിന്നെ ഒരു മുൻവൈരാഗ്യവും ഉണ്ട്. വളരെ വ്യക്തമാണ്. കാരണം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നാണംകെട്ട സറണ്ടർ ഏറ്റുവാങ്ങിയ ആ പാകിസ്ഥാൻ, ആ ഒരു പക ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും, അതായത് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇടപെടാമോ? 100% ഇടപെടാം. കാരണം ജനോസൈഡ് പ്രൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന് അവിടെ ഇടപെടാൻ പറ്റും, യാതൊരു സംശയവുമില്ല. രണ്ടാമത്, അതിനു മുമ്പായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ജയശങ്കർ ഹാസ് ടു ഡു ഹിസ് ഹോംവർക്ക്. അതായത് എക്സ്റ്റേണൽ കൺട്രീസിൻ്റെ മസ്റ്റർ ചെയ്ത് സപ്പോർട്ട് ഗ്യാദർ ചെയ്യണം. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വി വെയർ നോട്ട് സപ്പോസ് ടു സിറ്റ് ക്വയറ്റ്ലി. ഞങ്ങൾ ഇരിക്കില്ല ഒരിക്കലും, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. ഇത് പ്രൂവ് ചെയ്തതാണ്. ഇൻഫാക്ട് പ്രൂഫ് എന്ന് പറയുന്നത് അൽ ജസീറ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളാണ് വെളിയിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് മസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് ഐക്യരാഷ്ട്രസഭ പോലും ഗൗരവത്തോടെയല്ലേ കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ UN പോലും ഇതിൽ ഇടപെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റും, ഇടപെടില്ല എന്നൊരു അവർക്കും അറിയാം. 100% ഇടപെട്ടേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്പ്യാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഷേഖ് ഹസീനയ്ക്ക് ഷെൽട്ടർ കൊടുക്കേണ്ടത് ഇന്ത്യ അല്ലാതെ ഏത് രാജ്യമാണ്? ഇന്ത്യയാണ് ഇൻ ഹാൻഡ് ആൻഡ് ഗ്ലൗ നമ്മൾ മുഖാന്തരം ഉണ്ടായെടുത്ത ഒരു രാജ്യം. ആ രാജ്യത്തിൽ ഇപ്പോഴും സൂപ്രമസി അല്ലെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ട്, വൈകാരികമായ സപ്പോർട്ട് കൊടുക്കുന്നത് ഇന്ത്യയാണ്. അവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും 2 ചെറിയ ഇഷ്യൂസ് മാത്രമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത്. ടീസ്റ്റ റിവർ, അതായത് സിക്കിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബംഗ്ലാദേശിൽ നമ്മുടെ ബംഗാളിൽ കൂടി ഒഴുകി ബംഗ്ലാദേശിൽ കൂടി ഓഷ്യനിൽ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളതാണ് നമ്മൾ അതിൻ്റെ 50-50 റിവർ ഷെയർ ചെയ്തെടുക്കണം അവിടുത്തെ വെള്ളം. അല്ലെങ്കിൽ അവർക്കും ഇതുണ്ട്. അതിൽ പ്രസൻറ്റ് ഗവൺമെൻറ് ആണെങ്കിലും ഇതിനു മുമ്പുള്ള ഗവൺമെൻറ് ആണെങ്കിലും സംയമനം പാലിച്ചുള്ള ഒരു ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വരുന്ന ഒരു ട്രൈ ജംഗ്ഷൻ ഇഷ്യൂ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബർമ്മ, ബംഗ്ലാദേശ്, ഇന്ത്യ ചേരുന്ന ഒരു അതിർത്തി, അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് 3 രാജ്യങ്ങളും ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് ബർമീസ് പറയുന്നു അവരുടെയാണെന്നും, നമ്മൾ പറയുന്നു നമ്മുടേതാണെന്നും, അത് ബംഗ്ലാദേശ് പറയുന്നു അവരുടേതാണെന്നും. അത് സ്വാഭാവികമാണ്. അതും അമിക്കബിൾ സൊല്യൂഷൻ പെർമനന്റ്. അതൊരു മേജർ ഇഷ്യൂ ഒന്നുമല്ല. ഈ മൈനർ ഇഷ്യൂ കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള പിന്തിരിപ്പൻ ശക്തികൾ, അതായത് ജമായത്ത്. പിന്നെ ഞാനൊരു കാര്യം കണ്ടു, എന്താണ് ABT എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ABT പാഴ്സൽ സർവീസാണ്. അതല്ല, അവിടെ വരുന്നത് എന്തോ ഒരു അൻസാറുള്ള ബാംഗ്ല ടീം, അതും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവരാണ് ഇതിനകത്ത് കൂടുതൽ കിടന്ന് കളിക്കുന്നത്. അവർ ഈ ഉള്ള സമയത്ത്, അതായത് നിങ്ങൾ കാഫിറുകളാണ് ഹിന്ദുസ്, അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ് കാഫിറുകളാണ്. അതുകൊണ്ട് അവരെ ഇവിടെ നിന്ന് പുറത്താക്കണം. അപ്പം ഇതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയ എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി 71 ഫോം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പാർട്ടാണ് ഡിവൈഡ് ചെയ്തു വന്നത്. സോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറിജിനൽ ജമാഅത്ത് ഇസ്ലാമിയ പാകിസ്ഥാൻ ഐഡിയോളജിയാണ്. അതിൽ നിന്ന് ഡിവൈഡ് ചെയ്താണ് ബംഗ്ലാദേശിൽ ഒരു പാർട്ടുണ്ടായി. പക്ഷേ 71 അവരെ നിരോധിച്ചു. അപ്പോൾ 75 വീണ്ടും അവരെ എന്ത് ചെയ്തു? ഗവൺമെൻറ് മാറി വന്നപ്പോൾ, അതായത് മുജിബുർ റഹ്മാനെ ഹത്യയ്ക്ക് ശേഷം വീണ്ടും അവരെ റിവാമ്പ് ചെയ്തു. പക്ഷേ വീണ്ടും അവിടുത്തെ ഗവൺമെൻറ് അതിനുള്ള തൻ്റെ ഇടം കാണിച്ചു. അതാണ് നമ്മൾ കാണേണ്ടത്. അവരെ ടോട്ടലി ബാൻ ചെയ്തപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടി വായിക്കണം. അതായത് 71 യുദ്ധത്തടവുകാരെ ട്രയൽ ചെയ്തപ്പോൾ അതവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് യുദ്ധത്തടവുകാരെ ട്രയൽ ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ നിന്നും കൂടി ഒരു പ്രശ്നമുണ്ടായി. അവിടെയുള്ള ബംഗ്ലാദേശി BNP നാഷണലിസ്റ്റ് പാർട്ടിയും അതും ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് അവർ ഈ പോപ്പുലേഷനെ കുറച്ച് മസ്റ്റർ ചെയ്ത് കുറച്ച് പോപ്പുലർ സപ്പോർട്ട് അല്ലെങ്കിൽ നാഷണൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് തീർത്ത് പറയാൻ പറ്റും, അത് ബംഗ്ലാദേശികൾക്കും അറിയാം. കാരണം പ്രശ്നം വഷളായി കഴിഞ്ഞാൽ ചൈനയല്ല
അതുപോലെ തന്നെ ശ്രീലങ്കയല്ല അല്ലെങ്കിൽ ബർമയല്ല അവരെ രക്ഷിക്കാൻ വരുന്നത്. ഏത് സുഖത്തിലും ദുഃഖത്തിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അവർ ഇന്ത്യയുമായിട്ടാണ്. ഇവിടെ തന്നെ ലീഗലും ഇല്ലീഗലുമായിട്ടുള്ള മൈഗ്രൻസ് ഉണ്ട്, ബംഗ്ലാദേശികളുണ്ട്. 3 മില്യൺസ് ആണ്. കേരളത്തിലുണ്ടല്ലോ സാർ, കേരളത്തിലുമുണ്ട്. കേരളത്തിൽ തന്നെ ബംഗ്ലാദേശികളുടെ സാന്നിധ്യം പലതവണ അത് കണ്ടെത്തിയതാണ്. അത് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ അവർ തന്നെയായിരിക്കും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത്. ബംഗ്ലാദേശികളായിരിക്കും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് വരുന്നത്. അതുകൊണ്ട് അത് വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഇന്ത്യയുടെ മൗനം ഒരു വളരെ ഒരു എന്താ പറയുക, താഴ്ന്നു കാണേണ്ട ഒരാവശ്യമില്ല. അതായത് വെയിറ്റ് ആൻഡ് വാച്ച്, കാണുന്നു, എല്ലാം കാണുന്നു, സമയം നോക്കിയിരിക്കുന്നു. ഈ ഒരൊറ്റ അവസരമാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. എടുത്തു ചാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സംയമനം പാലിച്ച് ഇത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷനിൽ പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇൻ്റർവെൻഷൻ ഉണ്ടാകും. ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഇതിനകത്ത് യാതൊരു രക്ഷയും ഇല്ലാതെ വരും. ആ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനാണ് ഞാൻ പറഞ്ഞത് വേൾഡ് കമ്മ്യൂണിറ്റിയുടെ മസ്റ്ററിങ് അതിനകത്ത് മസ്റ്റാണ്. അവരുടെ മസ്റ്ററിങ് കിട്ടിക്കഴിഞ്ഞു. നമുക്കറിയാം കാർഗിൽ എന്താണ് എ ബി വാജ്പേയി ചെയ്തത്. എ ബി വാജ്പേയി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മസ്റ്റർ ചെയ്തതുകൊണ്ട്, ഒറ്റ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് അതിൽ ധാർമ്മികമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ കാർഗിലൊന്നും അത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കില്ല. 4 ദിവസം അല്ലെ 5 ദിവസം ഇവിടെയുള്ള മിലിറ്ററി എക്സ്പേർട്ട്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഇന്ത്യ ഇടപെടുന്നു എന്ന് വിചാരിക്കുക, ബംഗ്ലാദേശിന് സപ്പോർട്ടുമായിട്ട് വരുന്നത് ആരായിരിക്കും? ഇപ്പോൾ ഈ മുൻ പ്രധാനമന്ത്രി അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് പരാമർശമായി കണ്ടെത്തിയിരിക്കുന്നു. അത് നേരിട്ട് അങ്ങനെ ഒരു പ്രസ്താവന ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവരുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞാണെന്ന് പറയുന്നു. അമേരിക്കയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ബംഗ്ലാദേശിന് പിന്തുണയുമായി എത്തുന്നത് അമേരിക്കയായിരിക്കുമോ, ചൈനയായിരിക്കുമോ, അല്ലെങ്കിൽ പാകിസ്ഥാനായിരിക്കുമോ? ഇന്ത്യക്ക് ആസ് ഓഫ് നൗ ഒഫീഷ്യലായിട്ടൊരു പിന്തുണയുടെ ആവശ്യമില്ല. നമുക്ക് തന്നെ തീർക്കാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ച് ബംഗ്ലാദേശ് ഇഷ്യൂ. പക്ഷേ അമേരിക്കയുടെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെക്ടറിൽ, ഈ റീജിയണിൽ അവർക്ക് ഒരു ഫുട് ഹോൾഡ് ഉണ്ടാക്കണം, ഒരു ഹോൾഡ് ഉണ്ടാക്കണം. ആ ഹോൾഡ് ഉണ്ടാക്കാനായിട്ട് അവർ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ എത്ര കോടിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അമേരിക്കൻ ഫോറിൻ പോളിസി എന്ന് പറയുന്നത്, അതായത് അസ്വാഭാവികതയിൽ സ്വാഭാവികത വരുത്തുകയാണ് അവർ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഇട്ട് കാറ്റ് വിതച്ചിട്ട് കൊടുങ്കാറ്റ് കൊയ്തെടുക്കുന്ന ഒരു സ്വഭാവമാണ് US-ൻ്റെ ഫോറിൻ പോളിസി. അതുകൊണ്ട് US അതിനകത്ത് കളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചൈന തീർച്ചയായിട്ടും, ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ വളരെ സ്ഥാപിത താല്പര്യമുണ്ട്. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വളരെ ഇതാണ്. കാര്യം ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ചൈനയ്ക്കുള്ള ഇന്ത്യൻ ഓഷ്യനിലോട്ടുള്ള ഒരേ ഒരു ആക്സസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബംഗ്ലാദേശിലൂടെ ഉള്ള ഒരു ആക്സസ് അതിനവർ മാക്സിമം ട്രൈ ചെയ്യും. അവർ നല്ല രീതിയിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചറിനും അല്ലാതെയൊക്കെ ബംഗ്ലാദേശിൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ വരും. പക്ഷേ നമ്മൾ എങ്ങനെ ആ ടാക്ട്ഫുള്ളായിട്ട് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാരണം. ഇതിനകത്ത് ഈ ബംഗ്ലാദേശികൾ ഇത്രയും കടന്ന് ഇത് ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യൻ ഫോറിൻ പോളിസിയിലുള്ള ഒരു മൈൽഡ് ടിൽറ്റാണ്. കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കുറച്ച് കൂടുതൽ അമേരിക്കയുമായിട്ട് അടുക്കുകയും റഷ്യയുമായിട്ട് കുറച്ച് മാറിയോ എന്നൊരു സംശയവും കൂടിയുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ അവിടെ ബംഗ്ലാദേശികൾ മുതലെടുക്കാനുള്ള ഒരു സാധ്യത 100% കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റഷ്യയും ചൈനയുമായിട്ടാണ് അടുത്ത് നിൽക്കുന്നത്. ഈ റഷ്യയും ചൈനയും കൂടെ അടുത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പക്ഷേ അതൊരു കാരണവശാലും ആ ലെവലിലോട്ട് വരില്ല ഒരു കാരണവശാലും. കാര്യം ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് എടുക്കുമ്പോൾ തന്നെ ആക്ഷൻ്റെ പോലും ആവശ്യം വരില്ല. ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് അതായത് അറിയാമല്ലോ, ഒരു ജ്യേഷ്ഠ സഹോദരനൊന്നും കണ്ണുരുട്ടിയാൽ മതി, അവിടെ ആ പ്രശ്നം തീരും. ആ ഒരൊറ്റ ഇഷ്യൂ വരുന്നുള്ളൂ. ബട്ട് എവിടെ എങ്ങനെ നമ്മളത് സംയമനം പാലിച്ചു. ബിക്കോസ് നമ്മുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവിടെയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സിറ്റുവേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു ജനറൽ ഇലക്ഷനിലോട്ട് പോകുന്നു. ആ ജനറൽ ഇലക്ഷനിലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ അവാമി ലീഗ് ഇലക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. മേ ബി ഷെയ്ഖ് ഹസീനയും ചെന്നിട്ട് അവിടെ ഇലക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഛിദ്ര ശക്തികളുടെ സൗണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു നോർമൽ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു നെയ്ബർഹുഡായിട്ട് വീണ്ടും അത് മുന്നോട്ട് പോകുവാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സ്ട്രിക്റ്റായിട്ട് വാണിംഗ് കൊടുത്ത് അത് വളരെ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനിലോട്ട് പോകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. അല്ലാതെ വേറെ ഒന്നും പറ്റില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ ബംഗ്ലാദേശിൽ ഇടപെടാൻ
അർഹതയുള്ളൂ, Yes. അധികാരമുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മളാണ് അവരെ എല്ലാ സമയത്തും സഹായിച്ചിട്ടുള്ളത്, നമ്മളാണ് ബംഗ്ലാദേശ് ഉണ്ടാക്കിയത്. Yes. അപ്പോൾ തീർച്ചയായിട്ടും ധാർമ്മികമായിട്ടുള്ള അവകാശം നമുക്കാണുള്ളത്. ആ അവകാശം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ രണ്ടാമത് നമ്മളുടെ, അതായത് നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ പോലെ ഇത് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിലേഷനും കൂടിയുണ്ട്. വിദേശത്ത് നിന്ന് ചൈനീസിനൊന്നും ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു ധാർമ്മികമായിട്ട് ഒരു റൈറ്റും ഇല്ല. ബർമീസ് ഇൻ്റർഫിയർ ചെയ്യില്ല. ചൈനീസ് ഇൻ്റർഫിയർ ചെയ്യും, ബട്ട് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ഉണ്ടാവില്ല ഒരു കാരണവശാലും. അതാണ് അൽ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പാലിക്കുന്ന സംയമനം അത് ഭാരതത്തിൻ്റെ ബലഹീനതയല്ല.